ഹലോ. ആ അതെ, ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു. മോളുടെ എക്സാം ഇന്നല്ലേ കഴിയുന്നേ? പിന്നെ രണ്ടുപേരുടെ വിസ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്. നീ കണ്ടോ? മോളോട് കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോ? ഹൈ, 2 മാസം ഓൾറെഡി അവർക്ക് വെക്കേഷൻ ഇല്ലേ? ആ, അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 മാസം കൂടിയല്ലേ ഉള്ളൂ. എടി, അതിന് അവള് 3ാം ക്ലാസ് അല്ലേ? പോവാം. ആ हेलो, वालेकुम सलाम भाई। क्या हाल है भैया? ठीक है। मेरा वीसा के बारे में कुछ हुआ? आपका फैमिली वीजा 2 महीने के लिए बढ़ा दिया है। आई वाह, शुक्रिया भाईजान। ऑफिस में मिलेगा? ओके। ओके भाई। എന്താണ് നന്ദു, വല്ല ചെലവിനുള്ള വകുപ്പുണ്ടോ? നേരെ ഗ്രീൻ ബനാലിൽ കൂട്ടാലോ? ഒന്നുമില്ലടാ, ഫാമിലിയുടെ വിസ 2 മാസം കൂടെ നീട്ടി. പിന്നെ ഫുഡ് അത് നീ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് കഴിച്ചോ? ഞാൻ ഇന്ന് ഫാമിലിയുടെ കൂടെയാണ്. ഇപ്പോൾ ഓഫീസിൽ പോയി പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങും. അല്ല നന്ദു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നാളെ ഇപ്പോൾ കുട്ടിയുടെ സ്കൂൾ വർക്കല്ലേ, അപ്പോൾ ക്ലാസ്സൊക്കെ മിസ്സാവില്ലടാ? അല്ലെങ്കിൽ 2 മാസം ക്ലാസ് മിസ്സാന്ന് വെച്ചിട്ട് ഇപ്പോൾ സംഭവിക്കാനൊന്നുമില്ലല്ലോ. MBBS-നൊന്നുമല്ലല്ലോ, 3ാം ക്ലാസ്സിലല്ലേ? അതല്ല നന്ദു, അവരുടെ കൂടെ ഞാനും നാട്ടിൽ പോവാണ്. ജൂലൈ 22 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ചിന്നു, ഇതൊക്കെ നേരത്തെ ഒതുക്കി വെച്ചേ. അച്ഛ ഇതൊന്ന് നോക്കിയേ. ആഹാ, കൊള്ളാലോ.
അച്ഛൻ്റെ ചിന്നക്കുട്ടി ഒരു പാട്ട് പാടിക്കേ, അങ്കിളുമാർക്ക് അയച്ചു കൊടുക്കട്ടെ. തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിന്നും തുങ്കമാവാനിൽ ചൂട്ടിലാണെന്റെ വിദ്യ. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്നും തുങ്കമാവാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഹായ് ചിന്നു. ഹായ് ആന്റി. സ്കൂള് തുറക്കണല്ലോ, മോള് നാട്ടിൽ പോണില്ലേ? അച്ഛൻ പറഞ്ഞല്ലോ 2 മാസം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുള്ളൂ. അമ്മ എവിടെ മോളെ? അല്ല ശരണ്യെ, നിങ്ങളിപ്പോ വന്നിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? മോളുടെ സ്കൂളാണെങ്കിൽ നാളെ തുറക്കുകയും ചെയ്യും. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞ് പോകുമെന്ന് പറയുമ്പോ അപ്പൊ മോളുടെ പഠിപ്പോ? ഇതൊന്ന് പതുക്കെ പറയും. സ്കൂൾ തുറക്കുന്ന കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഏട്ടൻ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇതൊക്കെയറിയോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് എന്തൊക്കെ വാക്ക് കൊടുത്താന്ന്. അമ്മ സ്കൂൾ തുറക്കുമ്പോൾ അസംബ്ലിയിൽ വെച്ച് പദ്യം ചൊല്ലാൻ ആനു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇത്തവണ എനിക്ക് പുതിയ ബാഗ് വാങ്ങിച്ചേരൂലേ? അതിന് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം മാറ്റുന്ന ബാഗ് കേടായിട്ടില്ലല്ലോ. അതിന്റെ കളറൊക്കെ പോയമ്മ. അതും കൊണ്ട് എങ്ങനെ സ്കൂളിൽ കൊണ്ടുപോവാ? പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും. എനിക്കമ്മ പുതിയ പദ്യം പഠിപ്പിച്ച് തരാന്ന് പറഞ്ഞില്ലേ? ശരി ശരി. അല്ലിത്താ, നിങ്ങളെന്നാ പോണേ? നാട്ടിലെത്ര ദിവസം ഉണ്ടാവും? ഞാൻ ഈ 5-ന് തന്നെ തിരിച്ചു വരും ശരണ്യെ. ഇല്ല മോളുടെ പഠിപ്പൊക്കെ കുഴയും. നാളെ രാവിലെ ഞാൻ പോകും. ഞാൻ നീങ്ങട്ടെ, മോളുടെ ബാപ്പ കടയിൽ നിന്ന് വരാനായി. അല്ല ഇപ്പൊ ചിന്നുവിനോട് നിങ്ങളെന്താ പറയാ? അല്ല ഇപ്പൊ ചിന്നുവിനോട് നിങ്ങളെന്താ പറയാ? ഇതൊക്കെയറിയോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് എന്തൊക്കെ വാക്ക് കൊടുത്താന്ന്. അമ്മ സ്കൂൾ തുറക്കുമ്പോൾ അസംബ്ലിയിൽ വെച്ച് പദ്യം ചൊല്ലാൻ ആനു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എനിക്കമ്മ പുതിയ പദ്യം പഠിപ്പിച്ച് തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ക്ലാസ് ഒക്കെ മിസ്സാവില്ലടാ. അരലൻ ഗുരുനാഥ അരലൻ ഗുരുനാഥ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ?